എല്ലാവർക്കും സാപ്പിയൻസ് അക്കാഡമി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ നോക്കിയായിരുന്നു. ടൈപ്പിസ്റ്റ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസിക്സിന്റെ പാർട്ട് 2 ആണ് ഇന്ന് നോക്കുന്നത്. ക്യാഷ് മെമ്മറി ഈസ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്യാഷ് മെമ്മറി ഈസ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ് ടു. ക്യാഷ് മെമ്മറി എന്തിനാണ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത്? എക്സ്റ്റെൻഡ് മെമ്മറി കപ്പാസിറ്റി, ഇൻക്രീസ് സ്പീഡ്, ഇൻക്രീസ് അക്യുറസി, പ്രൊട്ടക്ട് ഡേറ്റ ലോസ് ഡ്യൂ ടു പവർ ഫെയിലർ. ഇപ്പൊ ക്യാഷ് മെമ്മറി എന്തിനാ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്. മെമ്മറി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്. ഹൈ സ്പീഡ് ആയിട്ടുള്ള മെമ്മറി കൂടിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. The bus between CPU and memory is called. CPU-നും മെമ്മറിക്കും ഇടയിലുള്ള ബസ്സിനെ എന്ത് വിളിക്കും? CPU-നും മെമ്മറിക്കും ഇടയിലുള്ള ബസ്സിനെ സിസ്റ്റം ബസ് എന്നാണ് പറയുന്നത്. ബസ് എന്ന് പറയുന്നത് ഡേറ്റ കണക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു വയേഴ്സ് ആണ്. വയേഴ്സിനെയാണ് നമ്മൾ ബസ് എന്ന് വിളിക്കുന്നത്. അപ്പം CPU-നും മെമ്മറിക്കും ഇടയ്ക്കുള്ള ബസ്സാണ് സിസ്റ്റം ബസ് എന്ന് പറയുന്നത്. The bus is a group of dash carrying digital signals. ഇപ്പം ബസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞായിരുന്നു. ബസ് എന്ന് പറയുന്നത് വയേഴ്സ് ആണ്. ഡിജിറ്റൽ സിഗ്നൽസ് ക്യാരി ചെയ്യുന്ന വയേഴ്സിനെയാണ് ബസ് എന്ന് പറയുന്നത്. സീരിയലി ഇന്റർകണക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ഹൈ സ്പീഡ് മെമ്മറി സെൽസ് ഇൻസൈഡ് ദ CPU. ഹൈ സ്പീഡ് മെമ്മറി സെൽസ് CPU-നകത്ത് ഉള്ള സീരിയലി ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഹൈ സ്പീഡ് മെമ്മറി സെൽസ്. സീരിയലി കണക്റ്റഡ് ആയിട്ടുള്ളത് രജിസ്റ്റേഴ്സ് ആണ്. സീരിയലി കണക്റ്റഡ് ആയിട്ടുള്ള ഹൈ സ്പീഡ് സെൽസിനെ രജിസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെമ്മറി ഹാസ് ദ ഷോർട്ടസ്റ്റ് ആക്സസ് ടൈം? ഷോർട്ടസ്റ്റ് ആക്സസ് ടൈം ഉള്ള മെമ്മറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രജിസ്റ്റേഴ്സ് തന്നെയാണ്. ഷോർട്ടസ്റ്റ് ആക്സസ് ടൈം ഉള്ളത് രജിസ്റ്റേഴ്സിനാണ്. The 4 functions of CPU are. CPU-ന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫെച്ച് ചെയ്യുക, ഡീകോഡ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, റൈറ്റ് ബാക്ക്. അപ്പൊ ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, റൈറ്റ് ബാക്ക്, ഇതാണ് CPU-ന്റെ ഫങ്ഷൻ ആയിട്ട് വരുന്നത്. The very high speed semiconductor memory which can speed up CPU. CPU-നെ സ്പീഡ് അപ്പ് ചെയ്യാൻ പറ്റുന്ന ഹൈ സ്പീഡ് ആയിട്ടുള്ള മെമ്മറി ഏതാണ്? ക്യാഷ് മെമ്മറിയാണ്. ഹൈ സ്പീഡ് ആയിട്ടുള്ള മെമ്മറി എന്ന് പറയുന്നത് ക്യാഷ് മെമ്മറിയാണ്. ബൈനറി കോഡഡ് ഡെസിമൽ നമ്പേഴ്സ് എക്സ്പ്രസ് ഈച്ച് ഡെസിമൽ. BCD-യിൽ ഈച്ച് ഡെസിമലിനെ എന്തായിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നിബിൾ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. 4 നിബിൾ ചേരുമ്പോഴാണ് 1 ബിറ്റ് ആകുന്നത്. 4 നിബിൾ ചേരുമ്പോൾ 1 ബിറ്റ് ആകുന്നു. അങ്ങനെ 8 ബിറ്റുകൾ ചേരുമ്പോഴാണ് 8 ബിറ്റ്സ് ആണ് 1 ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ബൈനറി കോഡഡ് ഡെസിമൽ നമ്പേഴ്സ് എക്സ്പ്രസ് ഈച്ച് ഡെസിമൽ. ഓരോ ഡെസിമലിനെ നിബിൾ ആയിട്ടാണ് BCD-യിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.